നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. നമുക്ക് അഹിംസ പരമോധർമ്മ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ബാക്കി നമുക്ക് ഇന്നും ബാക്കി 1-2 ഖണ്ഡിക മനസ്സിലാക്കാം. ഉമാസഹായ പാതാരവിന്ദാഭ്യാം നമ. എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് പ്രായം ചെന്ന് എൻ്റെ പോലെ പ്രായം ഒരു ഈശ്വരനെ പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതി. ഈ അറിവ് ഇനി കുട്ടികൾക്ക് വേണം. കുട്ടികളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി നമ്മളിനി അതിനൊരു നന്നായി മെനക്കെട്ടേ പറ്റൂ. കുട്ടികളെ വിളിച്ചിരുത്തി നന്നായി ഇതൊക്കെ ഉപദേശിച്ച് കൊടുക്കണം. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണേ. ഗുരുക്കന്മാരെയൊക്കെ വന്ദിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. പണ്ടുള്ള കാലത്ത് സ്ത്രീകളെ അടിമപ്പണിക്ക് വേണ്ടി വിദ്യ പഠിപ്പിക്കാതെ ആത്മജ്ഞാനം പഠിപ്പിക്കാതെ പുരുഷന്മാർ അവരെ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ കിടന്ന് ആർക്കും ഒരു വിവരമില്ലാത്ത സ്ത്രീകളായിപ്പോയത്. പിന്നെ മഹാത്മാക്കളാണ് ഇങ്ങനെ പെൺകുട്ടികളെ വിദ്യ പഠിപ്പിക്കണം എന്നൊക്കെ അറിവ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും അന്നോട്ട് കുറച്ച് എൻ്റെയൊക്കെ കാലം തൊട്ട് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കൂടുതലും ഇപ്പോഴാണ് എല്ലാവരും എൻ്റെ കാലത്തും അങ്ങനെ അങ്ങില്ല. 15 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കെട്ടിച്ച് വിടുക എല്ലാവരും. എൻ്റെ മക്കളുടെ കാലം വന്നപ്പോഴത്തേക്കാണ് എല്ലാവരും ഇങ്ങനെ പഠിത്തത്തിലേക്കൊക്കെ മുമ്പോട്ട് എല്ലാ വീട്ടിലെ 1-2 മക്കളുമായി അവർക്ക് വിദ്യകൾ കൊടുക്കണമെന്ന് രക്ഷാകർത്താക്കൾ എങ്ങനെയെങ്കിലും കൂലിപ്പണി ചെയ്തെങ്കിലും മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാലും അത് പോരാ. ആത്മീയമായ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് നമുക്ക് അറിവാണ് വേണ്ടത്. ഈ ലോക അറിവും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു കഴിവ് വേണമെങ്കിൽ ഈശ്വരജ്ഞാനം ഉള്ളിൽ വേണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് മാനിനിമാരെ അങ്ങനെ കെടുത്തിക്കളഞ്ഞു. പുരുഷന്മാർ വിദ്യ പഠിപ്പിക്കാതെ പുരുഷന്മാർക്കൊത്ത പോൽ ചെയ്തിടാനും തരമില്ല സ്ത്രീക്കു പഠിപ്പുണ്ടായാൽ കരുതി ഈ വണ്ണം കെടുത്ത പുരുഷന്മാർ കഠിന ഷടന്മാരാർ ജ്ഞാനപ്പെണ്ണി. പുരുഷന്മാർക്ക് ഒത്ത പോലെ ചെയ്തിടാൻ സ്ത്രീക്ക് പഠിത്തം ഉണ്ടായി നടക്കൂ. സ്ത്രീകൾ മിണ്ടാതെ കിടക്കണമെങ്കിൽ അറിവില്ലാതിരിക്കണം. അറിവ് വന്നാൽ എന്തും ഇടയ്ക്ക് കയറി ചോദിക്കാനുള്ള കഴിവ് ഒരു സ്ത്രീക്കുണ്ടാവും. തൻ്റെ ഇടം ഉണ്ടാവും വിദ്യ ഉണ്ടെങ്കിൽ. അത് തൻ്റെ ഇടം വരാതെ അടിമപ്പണിയായിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ചവിട്ടുകുപ്പയെ വല്ലതും വെച്ചും വിളമ്പയും കൊടുത്ത് മക്കളെ വളർത്തി കിടന്നുകൊള്ളണം. അതിന് വേണ്ടിയിട്ട് ആത്മജ്ഞാനമാകുന്ന അറിവ് കൊടുക്കാതെ ഇട്ട് കളഞ്ഞു ഈ കഠിന ഷടന്മാരായ ഈ പുരുഷന്മാർ. അതുകൊണ്ട് എല്ലാ രക്ഷാകർത്താക്കളുടെ ആണുങ്ങളാണല്ലോ അവർ മക്കളെ ഇത് അന്യൻ്റെ വീട്ടിൽ പോയി എന്തൊരു പണി അടുക്കളപ്പണി ചെയ്യാനുള്ളവളല്ലയോ. അതുകൊണ്ട് വിദ്യയൊന്നും കൊടുക്കത്തില്ല. ഗുരുകുല വിദ്യാഭ്യാസം പറഞ്ഞാൽ ചില വീട്ടിലെല്ലാം ആൺകുട്ടികളാണല്ലോ പോയി പഠിക്കുന്നത് ആവശ്യമുള്ളവർ. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒത്ത പോലെ ചെയ്തിടാൻ പുരുഷന്മാർക്ക് എന്ത് തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് തരമില്ല. സ്ത്രീക്ക് പഠിത്തം ഉണ്ടായാൽ അത് തരപ്പെടത്തില്ല. അതുകൊണ്ടാണ് വിദ്യ കൊടുക്കാഞ്ഞത്. പുരുഷന്മാർക്ക് ഒത്ത പോൽ ചെയ്തിടാനും തരമില്ല സ്ത്രീക്കു പഠിപ്പുണ്ടായാൽ കരുതി ഈ വണ്ണം കെടുത്ത പുരുഷന്മാർ കഠിന ഷടന്മാരാൽ ജ്ഞാനപ്പെണ്ണെ. അപ്പം കഠിനമായി മനഃപൂർവ്വമായിട്ട് പെൺകുട്ടികളെ വീട്ടുജോലിക്ക് ഒരു വീട്ടിൽ അവനവൻ്റെ വീട്ടിലും കുറേ പശുക്കളും അതിൻ്റെ ചാണകമാരക്കും പുല്ലുപറിപ്പും അതുപോലെ തന്നെയാണ് അടുത്ത കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെയാണ്. അതിനു വേണ്ടിയാണ് ഈ ഒരു വേലക്കാരനുള്ള ജോലി. ഒരു വേലയ്ക്ക് എങ്ങനെ നിൽക്കുക അതിനേക്കാൾ ഉപരി കഠിനാധ്വാനം ഈ കുട്ടികൾക്കുണ്ടെന്ന് കുറച്ച് പറമ്പൊക്കെ കാണുകയും ചെയ്യും. അതുകൊണ്ട് കഠിന ഷടന്മാരായിരിക്കുന്ന ഈ പുരുഷന്മാർ കുട്ടികളെ വിദ്യ കൊടുക്കാതെ ഇട്ട് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. പുരുഷൻ ശരീരപുര മധ്യത്തിൽ. ഒരു പുരുഷൻ ആരാ? ഒരു ആണിനും പെണ്ണിനും ഒരു പുരുഷനുണ്ട് നമ്മുടെ ശരീരമധ്യത്തിൽ. ആ അറിവാണ് നമുക്ക് വേണ്ടത്. പുരുഷൻ അത് ഈ കെട്ടുന്ന ഭർത്താവല്ല, അല്ലാതെ ഒരു പരമാത്മാവാകുന്ന പുരുഷൻ. പുരുഷൻ ശരീരപുര മധ്യത്തിൽ മരുവുന്നോരാത്മാവെന്നറിയ നീയും പിരിയാതൊരു പഴുതും ആ പുരുഷൻ തന്നെ നീ പരമസുഖമെന്നാൽ ജ്ഞാനപ്പെണ്ണെ. അറിവ് അങ്ങോട്ട് കിട്ടുമ്പോൾ ആ പുരുഷൻ നമ്മുടെ ഉള്ളിൽ വരും. പരമാത്മാ, പരംപുരുഷൻ, പരമ്പൊരുൾ. അത് നമ്മൾ അറിയണം. അറിവ് നേടുമ്പോൾ അത് കിട്ടുന്നത്. അപ്പോൾ പരമസുഖമാണ്. എല്ലാവരും നമ്മളെ ഇങ്ങനിട്ട് കഴുതയെ പോലെ ഇട്ട് ചവിട്ടത്തില്ല. കഴുതയ്ക്ക് എങ്ങനെ കുറേ പണി വെച്ച് കൊടുക്കും, കെട്ടി തൂക്കിയിട്ട് കൊടുക്കും, ചുമന്നോന്ന് പറയും.
ഭാരം കൊണ്ട് വലിക്കുന്ന കഴുതകളെ കണ്ടിട്ടില്ലേ? കാളന്മാരും അങ്ങനെയാണല്ലോ. അപ്പോൾ കഴുതയ്ക്കാണെങ്കിൽ ഒരു വിവരവും ഇല്ല, ചുമക്കുക എന്തും കൊണ്ടങ്ങിട്ട് എന്നാൽ ഇത് ചെയ്യുക അത് ചെയ്യുമ്പോണ്ട് കുറേ എണ്ണം കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാലും അവനവൻ്റെ വീട്ടിലായാലും കുറേ പണികളാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കും കുറേ പണികൾ പണ്ടുണ്ടായിരുന്നു. എന്ന് വെച്ചെങ്കിൽ എനിക്ക് എല്ലാം അത് നമുക്ക് ചെയ്തേ അന്ന് ജീവിക്കാൻ പറ്റുള്ളായിരുന്നു. മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല. നമുക്ക് അധ്വാനിച്ചെങ്കിലേ നമുക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പശു ഉണ്ടെങ്കിൽ നമുക്ക് പുല്ല് പറിക്കണ്ടേ, പിന്നെ പുരയുടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ആദായമൊക്കെ നമ്മൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ. ഓരോ വിളയിലും ഓരോ ദിവസം പോകുമ്പം ഉച്ചവരെ പണിഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു വിളയിൽ പോകും. എന്താ പറങ്ങാണ്ടിയൊക്കെ പറിച്ചുകൊണ്ടെന്ന് വേണ്ടേ നമുക്കുള്ള ആദായം. അപ്പോൾ അന്നൊക്കെ ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യാതെ എന്ത് ചെയ്യും? ഇവിടെ ഇതല്ല ഉദ്ദേശിക്കുന്നത്. അടിമപ്പണി പോലെ എന്തും ചെയ്തേ ജീവിക്കാൻ. വേറൊരു വീട്ടിൽ ചെന്നാൽ ഇതെല്ലാം ആ പെണ്ണിൻ്റെ തലയപ്പാടാണ്. അവരുടെ അംഗങ്ങളെല്ലാം ഇതിൻ്റെ തലയിലും ഭാരം വെച്ച് കൊടുക്കും കുറേ കൂടെ. കാരണം അവനവൻ്റെ മക്കളെ ഒന്നുകൂടെ താങ്ങും. വരുന്ന മരുമക്കൾക്ക് ഇഷ്ടം പോലെ കൊടുക്കും പണി. അതാണ് അന്നും ഇന്നും ഇതൊക്കെ തന്നെയാണ് ചിലർ. അതുകൊണ്ട് അതെന്ത് സഹിച്ച് ചെയ്തേ പറ്റൂ അന്ന്. പുരുഷൻ ശരീര പുരമധ്യത്തിൽ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പുരമാലിക്കുന്ന ആ ഒരു ഭാഗത്ത് മധ്യത്തിൽ എന്താ ഉള്ളത്? മരുവുന്നൊരാത്മാവെന്നറിയ നീയും. നമ്മുടെ ഉള്ളിലൊരാത്മാവുണ്ട്, പരമാത്മാവ്. പിരിയാതെ, അതിന് നമ്മൾ പിരിക്കാതെ എന്ത് ചെയ്യണം? പിരിയാതൊരു പൊഴുതും ആ പുരുഷൻ തന്നെ നീ പരമസുഖമെന്നാൽ ജ്ഞാനപ്പെണ്ണി. ആ പരമ്പൊരുള് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിരുന്നാൽ നമ്മൾ ആരുടെ അടിമയാകത്തില്ല. ആരും സമ്മതിക്കത്തില്ല. പരമാത്മാവ് നമ്മുടെ ഉള്ളിലെ പുരുഷൻ സമ്മതിക്കില്ല. നമ്മൾ ഈശ്വരനെ അറിഞ്ഞാൽ, നമ്മൾ ഈശ്വരനെ ഉള്ളിലാക്കിയാൽ ഏത് പാതിരാത്രിക്കായാലും നമുക്ക് നടക്കാനുള്ള ധൈര്യം വരും. ഒരു പുരുഷനും നമുക്ക് വകവെക്കേണ്ട കാര്യം. തെമ്മാടികളാണെങ്കിൽ നല്ല സാത്വികരായ നല്ല നല്ല ഭർത്താക്കന്മാരുണ്ട് കെട്ടുന്ന. അവരുടെ കാര്യത്തിന് ഇതിന് ഇടപെടരുത്. അവരോടല്ല ഞാനീ പറയുന്നത്. അല്ലാത്ത ഈ ലോകത്ത് അത്രമാത്രം നികൃഷ്ടമായി നടക്കുന്ന കഞ്ചാവും കള്ളും ഒക്കെ കുടിച്ച് നടക്കുന്നേ അതിന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണമല്ലോ. അങ്ങനെയുള്ള പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. കുറേ അറിവില്ല, എങ്ങനെയെങ്കിലും നടക്കണം. അവർക്ക് എങ്ങനെയും നടക്കണം. വീട്ടിൽ വരുമ്പോൾ ആഹാരം കഴിക്കണം, അവിടെ ഭാര്യയ്ക്ക് 2 കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള പുരുഷന്മാരുടെ കാര്യം ഇവിടെ പറയുന്നത്. അല്ല, നല്ല ജ്ഞാനികളായ പുരുഷന്മാർക്ക് ഇത് പ്രയാസം ഉണ്ടാക്കരുത്. എല്ലാത്തിലും ഉണ്ടല്ലോ നന്മയും തിന്മയും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ പരമാത്മാവാകുന്ന ആ പുരുഷനെ പിരിയാതൊരു പൊഴുതും നമ്മൾ അവിടെ ഉള്ളിൽ കണ്ടാൽ അപ്പോൾ പരമസുഖമാണ്. നമുക്ക് അധ്വാനം വന്നാലും അവിടെ സുഖമുണ്ടാവും. എന്താ കാരണം? ഭഗവാൻ കൂടെ നിൽക്കും. എനിക്ക് പണ്ട് ഒരു 40 വയസ്സുള്ളപ്പോൾ ഒരു 3-4 പേരുടെ ജോലിയുള്ള വീടാണ്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. എങ്ങനെ ചെയ്തു തീർന്നു എനിക്ക് ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും. അത്രയും പണി ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ കൊണ്ടത് ചെയ്യിച്ചോളും. ഭഗവാൻ അങ്ങ് ആളായിട്ട് നിന്നോളും. ആ പുരുഷൻ നമ്മുടെ ഉള്ളിൽ കുട്ടിനാളിൽ വേണം. അതിനാണ് ആത്മീയമായ അറിവ് നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് സഹായത്തിന് ഏത് ദുഃഖത്തിലും നമ്മളെ സഹിക്കാനും ക്ഷമിക്കാനും ഈശ്വരൻ നമുക്ക് കൂട്ടുനിൽക്കും. നമ്മൾ മരണത്തിലേക്ക് അകപ്പെട്ട് ആരും കൊല്ലാനും പറ്റത്തില്ല. നമ്മൾ ആത്മഹത്യ ചെയ്യത്തുമില്ല. എന്ത് സഹിക്കാനും ഭഗവാൻ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. എന്താ കാരണം? അങ്ങനെ ആയിട്ടേ ഒരു കുട്ടിയെ വിവാഹം കഴിക്കാവൂ. ആൺകുട്ടിക്കും ഇത് വേണം. ആൺകുട്ടിയുടെ ഉള്ളിലും ഈ പരമാത്മാവ് വേണം. പുരുഷൻ ശരീര പുരമധ്യത്തിൽ. ഈ പുരുഷൻ്റെ ശരീരത്തിലും ഈ പുരുഷൻ വേണം, സ്ത്രീയുടെ ഉള്ളിലും പുരുഷൻ വേണം. ഏത് പുരുഷൻ? പരമാത്മാവാകുന്ന പുരുഷൻ, പരമ്പൊരുള്, പരമേശ്വരൻ, പരമാത്മാവ്, ആ നാരായണമൂർത്തി, ആ ഭഗവാൻ, പരബ്രഹ്മമൂർത്തി, പരമസത്യമായിരുന്ന ആ ഉണ്മ, ആ ചൈതന്യ, ആ സ്നേഹസ്വരൂപൻ, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആരെയും ഭയക്കണ്ട. ആ പരമാത്മാവ് നമ്മളെ താങ്ങി നിർത്തിക്കൊള്ളും. എല്ലാ ദുഃഖത്തിലും ദുരിതത്തിലും കൂട്ടു നിൽക്കും. അതുകൊണ്ട് പുരുഷൻ ശരീര പുരമധ്യത്തിൽ മരുവുന്നൊരാത്മാവെന്നറിയ നീയും. പിരിയാതൊരു പൊഴുതും ആ പുരുഷൻ തന്നെ നീ. ആ പുരുഷൻ തന്നെ നീ പരമസുഖമാ, ആനന്ദമാ. ഏത് ദുഃഖത്തിൽ നമുക്ക് ആനന്ദം ഉണ്ടാക്കി തരും. അപ്പോഴപ്പോഴും ചിലപ്പം ചില ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമ്മൾ നിലവിളിച്ച് കരട്ടു. പക്ഷെ അന്നേരം നമ്മളത് മറന്നിട്ട് നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാവത്തില്ല. നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദനകളും വിഷമങ്ങളൊക്കെ വരും. കുറച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ നമുക്ക് പരമസുഖമാണ്. കാരണം എന്താ? ആ ഉള്ളിലിരിക്കുന്ന ആരാ? പരമേശ്വരനല്ലേ. ദുഃഖിക്കാൻ സമ്മതിക്കൂ. അതുകൊണ്ടാണ് അത്രത്തോളം അങ്ങ് ആ പ്രായത്തിൽ അത്രത്തോളം നമുക്ക് അങ്ങനെ ആകത്തില്ലല്ലോ. അല്ലെങ്കിൽ അന്ന് ഈ ദുഃഖം ദുരിതമൊട്ടും ഉണ്ടാവത്തില്ല. അവിടെ നിന്നും നടക്കത്തില്ല. അന്ന് നമ്മൾ അത്രത്തോളം ആകത്തില്ല. ഇപ്പോഴത്തുള്ള അവസ്ഥ അന്ന് വരത്തില്ല. കാരണം പ്രായം കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ നിന്ന് വളർന്ന് ആത്മീയമായി വളരുന്നത്. അന്നോട്ട് വളർന്ന് 40 വയസ്സായപ്പോഴേ പ്രത്യക്ഷമായി കഴിഞ്ഞു. എന്താ കാരണം? കുട്ടിനാളിലേ തുടങ്ങിയതുകൊണ്ട്. 40 വയസ്സായപ്പം പരമാത്മാവ് എനിക്കൊരു വെപ്രാളവും എല്ലാം വന്ന് ഉള്ളിൽ അതിഭയങ്കരമായ വേദനയും വെപ്രാളം വന്നപ്പോൾ കണ്ട് ഉരുണ്ട് നിലവിളിച്ചപ്പം പരമാത്മാവ് പ്രത്യക്ഷമായി.
ആ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ്. ഒരു മനുഷ്യൻ്റെയോ രൂപം, കൃഷ്ണൻ്റെ രൂപം ശരീരം എടുത്ത ആരുടെയും രൂപമല്ല. അപ്പോൾ പരമാത്മാവല്ലേ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പരമ്പൊരുൾ, ആ ചൈതന്യമൂർത്തി, ഒരു രൂപം എന്ന് വെച്ചാൽ എന്താ, അതൊരു പ്രത്യേക അങ്ങ് പറഞ്ഞു തരാൻ ഒക്കാത്തൊരു അവസ്ഥയിലുള്ള ഒരു രൂപമാണ്. എന്നാൽ ആ ഈശ്വരൻ്റെ രൂപമുണ്ട്. പക്ഷെ നമുക്കുള്ള ആ കുഞ്ഞിൻ്റെ വിഷമം, ഒരു പൊടി കുഞ്ഞിൻ്റെ വിഷമം ഭഗവാൻ കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം നമ്മൾ കുട്ടിനാളിലെ ആത്മീയത്തിൽ വളർന്നാൽ നമുക്ക് ദുഃഖ ദുരിതത്തിൽ നമ്മൾ കരകയറാൻ പറ്റും. സംസാര സാഗരത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ആ കപ്പലാകുന്ന പരമാത്മാവിൻ്റെ ആ തോണി നമ്മളിൽ കയറ്റി നമ്മളെ അവിടെ നിന്ന് കരകയറ്റുന്ന അങ്ങനെ ആ ഭഗവാന്റെ തോണിയാണ്. ആ കരയ്ക്ക് കയറ്റാനുള്ള തോണി എങ്ങനെ ആ പരമാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, അതാണ് ആ തോണി. ഭഗവാന്റെ കപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ആ ഈശ്വരജ്ഞാനം. അത് നമ്മളെ അക്കരെ കയറ്റും. നമ്മൾ കടലിൽ കടന്ന് നീന്തി തുടിക്കത്തില്ല. ആ ദുഃഖ ദുരിതമാകുന്ന കടലിൽ നിന്ന് കരകയറാൻ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതിനാണ് എല്ലാവരും ആത്മജ്ഞാനം നേടണം. പണ്ട് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്നുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് പിരിയാതെ ഒരു പൊഴുതും ആ പുരുഷൻ, ആ പരമാത്മാവിൽ പിരിയാതെ ഇരുന്നാൽ ആ പുരുഷൻ തന്നെ നീ പരമസുഖം എന്നാൽ ജ്ഞാനപ്പെടണേ. അത് അത്രമാത്രം പരമാനന്ദ സുഖമാണ്. മൂത്ര അസ്ഥി ശുക്ല രുധിരങ്ങളാൽ തീർത്തൊരു മൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല, വർദ്ധിക്കും കീർത്തിക്കും സത്യം ജ്ഞാനപ്പെണ്ണേ. ഈ പരമസുഖത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരമാത്മാവാകുന്ന പുരുഷനെ നമ്മുടെ സത്യം പതി നിൻ്റെ ആത്മാവ് നിത്യം രമിക്കുക നീ ആത്മാവിൽ. അപ്പോൾ അങ്ങനെയുള്ള പരമാത്മാവിലാണ് നമ്മൾ പാതിവൃത്തി എടുക്കുന്നത്. പക്ഷെ ഇവിടെ അതറിയാതെ കണ്ട് ഇതിനെ മനസ്സിലാക്കാണ്ട് ഇന്നത്തെ സ്ത്രീകൾ ഞാൻ വലിയ പതിവ്രതയായിട്ട് കഴിയുക. പതിവ്രതയാകുന്ന ആ പുരുഷനൊന്നും ഉള്ളിലില്ല. എന്നുവെച്ചാൽ ഈ ലോകത്തുള്ള ഭർത്താവിനെയാണ് പതിവ്രതയായിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള ഭർത്താവ് ഉണ്ട്, ഇല്ലെന്നല്ല. ജ്ഞാനികളുണ്ട്, അവർ ഈശ്വരൻ തുല്യം തന്നെയാണ്. അവർ നമുക്ക് ഈശ്വരനായി കാണാം. ഇവിടെ മൂത്ര അസ്ഥി ശുക്ല രുധിരങ്ങളാൽ, മൂത്രവും അസ്ഥിയും ശുക്ലവും രുധിരം രക്തവും കൊണ്ട് തീർത്തൊരു മൂർത്തിയാണ് ഭർത്താവാക്കി വെച്ചേക്കുന്നത്. നമ്മൾ കല്യാണം കഴിക്കുന്ന അങ്ങനെയുള്ള പുരുഷന്മാരെ ആണല്ലോ. ഇതെല്ലാം ശരീരത്തിൽ എന്താ, അസ്ഥി, മാംസം, മജ്ജ, രക്തം, പിന്നെ മൂത്രം, മലം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശരീരമാണല്ലോ. അങ്ങനെ അത് വെച്ച് തീർത്തൊരു ഭാര്യയും ഭർത്താവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭർത്താവിന് ഭാര്യ അത് തന്നെയാണ്, ഭാര്യയ്ക്ക് ഭർത്താവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മൂത്ര അസ്ഥി ശുക്ല രുധിരങ്ങളാൽ രക്തങ്ങളാൽ തീർത്തൊരു മൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല. നമ്മൾ എന്താ നേരം വെളുത്ത ഇരുട്ടോളം, ഇപ്പം ഭർത്താവ് ഇറങ്ങി റോഡിൽ പോയി, എല്ലാം പാകം ചെയ്ത് എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സമയം നമ്മളങ്ങനെ ആയിരുന്നു. അങ്ങനെ തന്നെയാണ് അത്. അങ്ങനെ വേണമല്ലോ. അത് ഈശ്വരൻ തുല്യം നമ്മൾ കാണും. പക്ഷേ ഈശ്വരൻ തുല്യം നമ്മൾ കാണുമ്പോൾ ഭർത്താവ് ഈശ്വരൻ തുല്യം അല്ലാത്തവനായി മാറിയാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കാത്തിരുന്ന ദുഃഖമല്ലേ വരത്തുള്ളൂ. ഈ മൂത്രാസ്ഥി കൊണ്ടുണ്ടാക്കിയ ഈ മൂർത്തിയെ കാത്തിരുന്നാൽ അതിനെന്ത് വേണം? നമ്മൾ ഈ ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ കാത്തിരിക്കേണ്ട, നമ്മളെ ഉള്ളിലെ പുരുഷനെ കാത്തിരിക്കുക. നമ്മുടെ ഉള്ളിൽ പരമാത്മാവുണ്ട്, ആ പുരുഷനെ വേണം നമ്മൾ സ്നേഹിക്കാൻ. അപ്പോൾ ഈ പുരുഷൻ നന്നായി വരും, ഈ കെട്ടുന്ന പുരുഷനും നന്നായി വരും. കാരണം ആരാ ഉള്ളിലിരിക്കുന്നേ? നമ്മൾ കാത്തിരിക്കുന്ന ആരെയാ? ഈ പരമാത്മാവിനെയാണ്. നേരം വെളുത്ത ഇരുട്ടോളം നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിനെ വെച്ച് പൂജിക്കേണ്ടത്. അതാണ് മൂത്രാസ്ഥി ശുക്ല രുധിരങ്ങളാൽ തീർത്തൊരു മൂർത്തിയെ ഭർത്താവാക്കി കാത്തിരുന്നാൽ ദുഃഖം തീരില്ല, വർദ്ധിക്കും. എന്നിട്ടോ സത്യം കാത്തിരുന്നാൽ ദുഃഖം തീരില്ല, വർദ്ധിക്കും കീർത്തിക്കും സത്യം ജ്ഞാനപ്പെണ്ണേ. അതാണ് ആ ദുഃഖം ഒരിക്കലും തീർത്ത അദ്ദേഹത്തിനെ മാത്രം കെട്ടിയ ഭർത്താവിനെ കാലിലൊക്കെ തൊട്ട് തൊടണം വേണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം അന്വേഷിച്ചിരുന്ന ഭർത്താവ് ദൈവം തന്നെയാണ്. അങ്ങനെയുള്ള നല്ല ജ്ഞാനികളായ ഭക്തന്മാരുണ്ട് ലോകത്ത്. എങ്ങനെ കാണത്തക്ക ഭക്തന്മാരല്ല, കണ്ടാൽ ഭക്തനാണെന്ന് തോന്നില്ല, പക്ഷെ ഉള്ള നിറച്ചും ന്യായമായിരിക്കും. അന്യായം പ്രവർത്തിക്കുന്നവരായിരിക്കത്തില്ല. ഭാര്യയെ നന്നായി സ്നേഹിക്കുകയും ചെയ്യും, സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നല്ല നല്ല ജ്ഞാനികളായ ഭർത്താവുണ്ടെങ്കിൽ അത് പരമാത്മാവ് തന്നെയാണ്. ആ ഉള്ളിലെ പരമാത്മാവ് തന്നെ ഈ പുരുഷനിലുമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഉള്ളിലെ പരമാത്മാവ് അദ്ദേഹത്തിലുമുണ്ട്, നമ്മളിലുമുണ്ട്, എല്ലാം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഭർത്താവിനും ആരായിരിക്കുന്ന? ഈശ്വരനാ. അപ്പോൾ നമുക്ക് ആ ഭർത്താവിന് ഈശ്വരനെ തന്നെ വണങ്ങാം, നന്മ ഉണ്ടെങ്കിൽ മാത്രം. അതേസമയം ഈ അസ്ഥി മാംസങ്ങളായി നിറച്ചും വിവരമില്ലാതെ അജ്ഞാനികളെ അന്ധകാരമായിരുന്ന കൂരുരുട്ടിൽ തപ്പി തടയുന്ന ഒരു പുരുഷനെ ഭർത്താവാക്കി വെച്ചാൽ എന്ത് അനുഭവിക്കും? ദുഃഖം തീരത്തില്ല, വർദ്ധിക്കും. അതാണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ആദ്യം നമ്മുടെ ഉള്ളിലെ പരമാത്മാവിനെ കണ്ടെത്തണം. അങ്ങനെ നമ്മളും ആ ഭഗവാനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ
ആ ജ്ഞാനം നമുക്ക് വരുമ്പോൾ ഒരു ഭർത്താവ് നല്ലവനാണോ പന്നനാണോ നമുക്ക് അറിയാൻ കഴിയും. ഇയാൾ വഴിപഴച്ചവനാ, അപ്പം നമ്മൾ അതുപോലെ കണ്ടാൽ മതി. ഒന്നുകിൽ മാറി ഒഴിഞ്ഞു പോവുക, ദുഃഖദുരിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒറ്റയ്ക്ക് ജീവിച്ചാലും അടികൊണ്ട് ചാവണ്ടല്ലോ. അപ്പോഴെന്ത് വരും? പരമാത്മാവുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആരെ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനാണ് സത്യം പതി. ഭർത്താവ് സത്യമാണ്, ഈശ്വരനാണ്. ആ ഭർത്താവിനെ സത്യം പതി നിൻ്റെ ആത്മാവ് നിത്യം രമിക്കുക നീ ആത്മാവിൽ. നമ്മൾ ഉള്ളിൽ നമ്മൾ രമിക്കുക പരമാത്മാവിൽ. അപ്പോൾ നമുക്ക് സങ്കടമൊന്നും ഉണ്ടാവത്തില്ല. അഥവാ ആരെങ്കിലും സങ്കടപ്പെടുത്തിയാലും അതവർ പെട്ടെന്ന് തന്നെ ആ സങ്കടത്തിൽ നിന്ന് മുക്തനാകാൻ നമുക്ക് കഴിയും. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരെയാ വെച്ച് വണങ്ങുന്നത്? ഈശ്വരനെ. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയക്കണോ? നമുക്ക് കൂട്ടം ആരാ ഉള്ളത്? പരമാത്മാവല്ലേ. പിന്നെ നമുക്ക് ആരെ ഭയക്കണം? പക്ഷേ അതറിയാത്തത്തോളം കാലം നമ്മൾ ആരെയാ എത്ര വൃത്തിയായിട്ട് നടന്നാലും കുടിച്ച് നടന്നാലും യാതൊരു വിവരമില്ലാതെ അന്ധകാരത്തിൽപ്പെട്ട് നടക്കാന്നാലും നമ്മൾ എന്ത് ചെയ്യും? അറിവില്ലാത്ത പെൺപിള്ളേർ എൻ്റെ ഭർത്താവ് എത്ര കുടിയനോ ആയിക്കോട്ടെ ഞാൻ കൊണ്ടു നടക്കും. താങ്ങി താങ്ങി ദുഃഖം വർദ്ധിച്ച് ദുരിതക്കുഴിയിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റാത്ത വണ്ണം കടന്നു പോകും. കാരണം എന്താ? അറിവില്ല. ജ്ഞാനമാകുന്ന അറിവില്ല. ജ്ഞാനമാകുന്ന അറിവ് നാം ഈശ്വരനാകുന്നു, നാം അറിവാകുന്നു. ഈ അറിവ് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ അറിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ നമ്മെ തന്നെ അറിയുമ്പോൾ മറ്റുള്ളവനെ അറിയാൻ കഴിയും. ഭർത്താവ് എങ്ങനെ ഉള്ളവനാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഞാൻ എന്നെ മുമ്പേ അറിയാൻ പഠിക്കണം. ഞാൻ ആരാകുന്നെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഞാൻ എന്നെ അറിയുമ്പോൾ മറ്റവൻ ആരാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കൊള്ളത്തില്ലയോ? കളയാം. അതെല്ലാം നന്നാക്കി എടുക്കാൻ പറ്റുമോ? നന്നാക്കി എടുക്കാം. നമ്മളവിടെ അടിമപ്പെട്ട് അവരെ ചവിട്ടും തുപ്പും കൊണ്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാ അത് അനുവദിക്കത്തില്ല. നേരായ ചൊവ്വായി നടക്കാൻ ഒന്നി അയാളെ നന്നാക്കി എടുക്കും. അതല്ലെങ്കിൽ നമുക്ക് നേരായ മാർഗം പരമാത്മാവ് കാണിച്ചു തരും. കാരണം നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? ആ സത്യമായിരിക്കുന്ന പതിയാണ് നമ്മുടെ ഭർത്താവ്. പുരുഷൻ ശരീരപുര മധ്യത്തിൽ മരുവുന്ന ഒരു ആത്മാവെന്നറിയാൻ നെയ്യും. ആ പുരുഷനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ പരമാത്മാവായിരിക്കുന്ന ആ പരമേശ്വരനെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് അത് മതി. അതാണ് ആനന്ദം. ആ ആനന്ദം ഉണ്ടെങ്കിൽ മറ്റതെല്ലാം ചപ്പും ചവറും നമുക്ക് എണ്ണാൻ പറ്റും. നമുക്ക് ആനന്ദ നിർവൃതി അടഞ്ഞാൽ നമുക്ക് സർവ്വതും ഈശ്വരൻ തന്നെ നമുക്ക് നമ്മുടെ നേരായ വഴി നമുക്ക് തന്നിരിക്കും. ഒരു ദുഃഖവും ദുരിതവും ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഞാൻ പറയുന്നത്. ഇന്ത കാര്യം ഇത് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കെല്ലാം പരമ ദുഃഖമാണ്. അതുകൊണ്ട് പറയുന്നു, കുട്ടികളെ നേരായ വഴിയിലേക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈശ്വരനെ വഴിയാമണ്ണം ആരാധിക്കാൻ പറയണം. രാവിലെ ആഹാരവും മാത്രം കൊടുത്താൽ പോരാ, ഈ ലോക വിദ്യയും മാത്രം പോരാ. ഇതൊക്കെ നന്നായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച് അവർക്കൊരു നേരായ മാർഗം കുട്ടിനാളിലേ കൊടുത്താലുണ്ടല്ലോ എല്ലാ സ്നേഹവും അവർക്ക് കൊടുക്കണം. ഈ മറ്റുള്ളവരുള്ള കരുണയും മറ്റ് ജീവജാലങ്ങളുള്ള സ്നേഹവും കരുണയും വാത്സല്യമൊക്കെ നമ്മെപ്പോലാണ് എല്ലാ ജീവനൊന്ന് പഠിപ്പിച്ചു വരുമ്പോൾ ഒരു കുട്ടികളും ആരും ദ്രോഹിക്കാൻ പോവുകയില്ല. അയ്യോ, അത് എന്നെപ്പോലെ തന്നെ, എൻ്റെ കണക്ക് തന്നെ അതിനും ജീവനുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ഒരു ജീവനെ പോലെ ഉപദ്രവിച്ചുകൂടാ. ഒരു കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ അപ്പോൾ ഉപദ്രവിക്കത്തില്ല. ആരുടെയും മുതലിനെ ആഗ്രഹിക്കാൻ പറഞ്ഞ് പഠിപ്പിക്കരുത്. ഇന്ന് എന്താ മക്കളെ, നീ ചൊവ്വൂര് നന്നായി പഠിച്ച് ജയിച്ച് വലിയ പ്രൊഫസറൊക്കെ ആകും. നമുക്ക് ഒരു പെണ്ണിന് നമുക്ക് എത്ര ലക്ഷം രൂപയാണ് കിട്ടുമെന്ന് അറിയാമോ? ഇതൊക്കെ പണ്ടൊക്കെ എൻ്റെയൊക്കെ കാലത്ത് സ്ത്രീധനം എന്ന് പറഞ്ഞ് തുടങ്ങിയേക്കുക. ഇന്ന് അങ്ങനെ പഠിച്ച് വന്നതാണ് ഇത്രയെല്ലാം കാരണമായി. കുട്ടികളുടെ ഉള്ളിലെല്ലാം എന്താ സ്വാർത്ഥപരമായ കാര്യങ്ങളാണ്. ആരും എല്ലാവരിലും മുന്നിട്ട് നിൽക്കണം, വിദ്യാഭ്യാസം കൂടണം, അസൂയയും കുശവും പഠിപ്പിച്ചങ്ങ് വെച്ചു. അപ്പോൾ ആ കുട്ടികൾ എങ്ങനെ നന്നാവും? പിന്നെ കൊണ്ടുവരുന്ന എന്തിനാ? പണത്തിന് വേണ്ടിയാ. ഞാൻ പഠിച്ചെന്തിനാ? എൻ്റെ പെണ്ണിനെ കിട്ടണമെങ്കിൽ കൂടെ കുടുംബത്തിൽ നിന്ന്, സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് 101 പവനോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ കിട്ടി അങ്ങനെ കൊണ്ടുപോകണം. കാറ് വേണം, മറ്റത് വേണം, ഇതെല്ലാം അതെല്ലാം വേണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെക്കുന്നത്. പിന്നെ എങ്ങനെയാ കുട്ടിയുടെ ഉള്ളിനകത്ത് നന്മയുണ്ടാകുന്നത്? ഒരുത്തൻ്റെ ഒരു 10 പൈസ മുതൽ വേടിക്കരുത്, കൊടുക്കാൻ പഠിപ്പിക്കണം. നമ്മൾ മറ്റൊരു കൊടുക്കുക വേണ്ടേ, അല്ലാതെ ഇങ്ങോട്ട് വേടിക്കണ്ട എന്ന് ഒരു രക്ഷാകർത്താക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ അധ്വാനിക്കണം, അവരവർ തന്നെ അധ്വാനിച്ചുണ്ടാക്കണം. ഉണ്ടെങ്കിൽ സാധുക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുക. കഴിയുമെങ്കിൽ ഒരു കുട്ടിയെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ സ്വർണ്ണങ്ങൾ ഇട്ടുകൊണ്ട് വരിക. അതാണ് അന്തസ്സ്. ഒരു കുട്ടിക്ക് നമുക്ക് സന്തോഷമുള്ള കുട്ടിയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉണ്ട്, ആ കുഞ്ഞിന് സർവ്വം അങ്ങോട്ട് ഇട്ടുണ്ടെന്ന് എന്ത് മഹാത്മ്യ, ഭഗവാൻ എന്ത് സന്തോഷമായിരിക്കും ആ കുട്ടിക്കും. ഒന്ന് ആലോചിച്ച്, സാധു കുട്ടികളെ അങ്ങനെ നമ്മളൊന്ന് കൊണ്ടുവരാമെങ്കിൽ എന്തൊരു ഭാഗ്യമാണ് അത്. അങ്ങനെ ഒരു പുരുഷനാവാമെങ്കിൽ പുരുഷനെ എന്ത് സ്നേഹം എല്ലാ ലോകരെല്ലാം അംഗീകരിക്കും. പക്ഷേ അല്ലാതെ വല്ലവരുടെയും പണം മേടിക്കാൻ നടക്കുന്ന അതിനെന്താ പറയണത് എനിക്കെന്നെ അറിയില്ല. മറ്റുള്ളവരുടെ കാശിനെ ആരും ആഗ്രഹിക്കുമോ? മുതലിനെ അത് ആണത്വമാണോ? ഒരു പെണ്ണിനും പറ്റിയതല്ല, ആണിനും പറ്റിയതല്ല. ആരുടെ ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നത് ആനന്ദം.
അതാണ് ഒരു ജീവജാലങ്ങൾക്കും ഒരു മനുഷ്യർക്കും എല്ലാം ജീവജാലങ്ങൾക്ക് ആഹാരങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നിർവൃതി അടയും. ഒരു വിശക്കുന്ന ഒരു ജീവനുള്ള ഒരു കാക്കയോ പൂച്ചയോ പട്ടിയോ എന്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ ആർത്തി കാണുമ്പോൾ അത് കഴിക്കുന്നൊരു കാരണം നമ്മുടെ ഹൃദയമാണ് നിറയുന്നത്, ആനന്ദം അതിൽ കൂടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയായാലും നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു നിർവൃതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ കൊടുത്തൊന്ന് പഠിച്ചു നോക്ക്. നമ്മുടെ ഹൃദയം നിറഞ്ഞ് 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 അധികമായി മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ ഇങ്ങനെ ഊറിക്കൊണ്ടേയിരിക്കും. കൊടുത്ത് പഠിച്ചാൽ നമ്മൾ വീണ്ടും കൊടുക്കാൻ കിണറ്റിലെ വെള്ളം കോരുന്തോറും ഊറും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഊറിക്കൊണ്ടുവരും. അതാണ് വേണ്ടുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ശണ്ടയ്ക്ക് കാരണമുണ്ടോ? ഈ കൊടുക്കുന്ന കുട്ടി എത്ര സന്തോഷത്തോടെ ആ ഭർത്താവിനെ സ്നേഹിക്കും. പരമപുരുഷനായ പരമാത്മാവായ ആ ഭർത്താവിനെ അത്രമാത്രം പൂവിട്ട് പൂജിച്ച് കാൽ തൊട്ട് വണങ്ങുന്ന രീതിയിലായിരിക്കും ആ കുട്ടി ആ ഭർത്താവിനെ കാണുന്നത്. ഇത് എന്താ കാരണം? ഇല്ലാത്തതിനെല്ലാം കടപ്പെടുത്തി വാങ്ങിച്ചു വന്നിട്ട് വീട്ടിട്ട് വീണ്ടും ചവിട്ടക്കോ എന്താ വീണ്ടും നീ കൊണ്ടുപാടി ആ കുട്ടി ഈ ഭർത്താവിനെ സ്നേഹിക്കാനോ അമ്മായിയമ്മയെ സ്നേഹിക്കാനോ പറ്റുമോ? എങ്ങനെ പറ്റും? ദുഃഖമല്ലേ, ദുരിതമല്ലേ എപ്പോഴും ഈ ഭർത്താവ് കൊടുക്കുന്നത്. ആനന്ദമോ സമാധാനമോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ കുട്ടിക്ക്? വീണ്ടും ഇതൊക്കെ തീർന്നു. നീ ഇപ്പോൾ ഇനി അമ്മയടുത്ത് ചോദിച്ചിട്ട് അച്ഛനടുത്ത് പറ കുറേ കൂടെ കൊണ്ടുതരാൻ. ഇത് നാണം കെട്ട ഇടപാടെന്ന് ആലോചിച്ച് എത്ര വൃത്തിയായിട്ട ലോക ജീവിതം ഉണ്ടോ? ഇതുപോലെ നമ്മൾ സ്വന്തം നാറിയല്ലേ കാണിക്കുന്നത്, നാട്ടത്തിലല്ലേ കാണിക്കുന്നത്. എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഒരു കുഴപ്പവും ഇല്ല. കേൾക്കുന്നവർ കേട്ടാൽ മതി, ഇഷ്ടപ്പെടുന്നത് അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുള്ള എനിക്ക് കമൻസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങോട്ട് ഒരു പെണ്ണെ കെട്ടാൻ കൊണ്ടുപോകുമ്പോൾ നിനക്ക് എത്ര എനിക്ക് കിട്ടുമോ, നിനക്ക് കാറുണ്ടോ മറ്റതുണ്ടോ അതൊക്കെ കൊണ്ടുപോകാം, പിന്നെയും പോയി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഒരു പൈസ പോലും അങ്ങനെ അവരുടെ വാങ്ങിക്കുന്നത് നാണം കെട്ട കാര്യമെന്നാൽ എനിക്കറിയാവൂ. അതുകൊണ്ട് എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. സ്വന്തം കാലും കൈ ഉണ്ടെങ്കിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് വേണം ഒരു ഭാര്യയെ കെട്ടാൻ. കൊടുക്കാൻ ത്രാണിയില്ലേ കെട്ടാൻ പോകരുത്. അവർക്ക് അങ്ങോട്ട് കൊടുക്കാമോ അത്രയും സന്തോഷം. ഒരു സാധു കുട്ടിയെ അങ്ങനെ നമ്മൾ തന്നിൽ എളിയ ബന്ധുവാണ് നല്ലത്. നമ്മൾക്കാളും ഒന്നുകൂടെ എളിയ ബന്ധുവിനാണ് കെട്ടേണ്ടത്. ഇത് എവിടെയെങ്കിലും പോയി വലിയ മഹിമ എടുത്ത് പോയി കെട്ടുക. അവൾ വന്ന് നേരെ ചൊവ്വേ നിൽക്കുമോ ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ? അതേസമയം ഒരു സാധു കുട്ടിയെ കൊണ്ടുവന്ന് നോക്ക്, അവർക്ക് ജീവിതകാലം മൊത്തം ആനന്ദത്തോടെ കഴിയുക. അതൊന്നല്ലാതെ അങ്ങ് തലമണ്ടേ കയറും. എന്ത് ചെയ്യാനാന്ന് പറ. വല്ല വിവരം ഉണ്ടെങ്കിൽ ആത്മീയം തൊട്ട് തീണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് തോന്നിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ കുട്ടികളെ നേരായ മാർഗം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക എല്ലാ രക്ഷാതാക്കളും. എന്നെ ഇതോടുകൂടി ചിലപ്പോൾ എൻ്റെ മക്കളെല്ലാവരും വെറുത്താലും ശരി തന്നെ, പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് പറഞ്ഞില്ലേ കഷ്ടമല്ലേ? ദൈവം ചോദ്യത്തില്ല നീ എന്താ അതൊക്കെ പറഞ്ഞു കൊടുക്കാഞ്ഞേ? കേട്ടുന്നവർ കേൾക്കോട്ടെ, അറിവില്ലായ്മ കൊണ്ടല്ലേ. അതുകൊണ്ട് മക്കളെ ഒരു ഉപകാരം ചെയ്യുക, ഒരു നയാ പൈസ മുതൽ പോലും ഒരു കുട്ടിയുടെ ആഗ്രഹിക്കരുത്. അവർ സന്തോഷമായിട്ട് തരണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഒന്നും ചോദിക്കുകയോ ആഗ്രഹിക്കുകയോ വേണ്ട. സന്തോഷമായിട്ട് എന്ത് തന്നാലും നമുക്ക് അംഗീകരിക്കാം. ആ കുട്ടിക്ക് കൊടുക്കുന്ന അവരുടെ ആഗ്രഹമല്ലേ. ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് അത് നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് അതിൽ പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ആൺകുട്ടിക്ക് ചിലപ്പോൾ നല്ലൊരു ഇത് കാണും, കുറേ സ്വർണ്ണമൊക്കെ ഇട്ടൊരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന്. നല്ലതാ, നന്നാക്കി അധ്വാനിച്ച് ഉണ്ടാക്കി ഒരു 10, 30, 100 പോലെ സ്വർണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ 2, 4 ആവട്ടെ, ഉള്ളത് അങ്ങോട്ട് ഇട്ടോട്. എന്ത് സന്തോഷം. നമ്മൾ വിശക്കുന്നൊരു കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ എന്ത് ആനന്ദമാണ്. അതുപോലുള്ള ആനന്ദമാണ് അത്. വിശക്കുന്ന ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ നമ്മൾ ഇതിനകത്ത് ആഹാരം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്നത് പോലാണ്. നമ്മളിലുള്ളത് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് അതിനെ കെട്ടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഒരു സന്തോഷം അത് എവിടെ നിന്നെങ്കിലും അത് മാഞ്ഞു പോകുമോ? അത് അവിടെ നിലനിൽക്കും. ആ നന്മ, ആ പുണ്യം, ആ ആനന്ദം ആ കുട്ടിയിൽ എപ്പോഴും അത് കാണും. അവർ എൻ്റെ ദൈവമാ. ആരാ? എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടൻ എൻ്റെ ദൈവമാ. എപ്പോഴും അതിൻ്റെ ഉള്ളിലത് കാണും. അതിങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. ദൈവികളുടെ കുട്ടികളുമായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നന്മ മാർഗത്തിലേക്ക് വഴിനടിച്ച് വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാനല്ലേ പറ്റൂ. ഇന്നുള്ള കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ് കുഞ്ഞുനാളിലേ ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത്. കുഞ്ഞുനാളിലെ മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കാതെ, TV കണ്ട് പഠിപ്പിക്കാതെ, നല്ല മാർഗ്ഗങ്ങൾ മാത്രം അതിന് വേദം ഓതി കൊടുക്കുക. അരമണിക്കൂറെങ്കിലും ദിവസേന രക്ഷാകർത്താക്കൾ എപ്പോഴെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണം. വേണ്ടതൊക്കെ ഒരുക്കി ചുമടും കെട്ടി കുറച്ച് അത് ബ്രേക്ക്ഫാസ്റ്റോ മറ്റതോ മറിച്ചോ ഒക്കെ കൊടുത്തങ്ങ് വിട്ടേക്കുക. എന്തോ അവിടെ പോയി എന്തൊക്കെയോ പഠിച്ചും കാട്ടിക്കൂട്ടിയും കുള്ളർതങ്ങളി അഹങ്കാരം പഠിച്ച് തിന്ന് മതിച്ചിട്ട് അഹങ്കാരം വർദ്ധിച്ചിട്ടാണ് വീട്ടോട്ട് വരുന്നത്. വേണമെങ്കിൽ 2 പിള്ളേരായിട്ട് അടി കൂടാണ്ട് കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ രക്ഷകർത്താക്കളെ നന്നാക്കണം. രക്ഷകർത്താക്കളെ നന്നാക്കാൻ പറ്റും, അല്ലാതെ ആരെക്കൊണ്ടും പറ്റത്തില്ല. അധ്യാപകരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കിട്ടുന്ന 5 വയസ്സ് തൊട്ടൊക്കെയാണ്. അവരെന്ത് ചെയ്യാനാ? നമ്മളെ കാണുന്നതാണ് അതിൻ്റെ കാഴ്ച. നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞുനാളിലെ ഒരു വയസ്സാവിടെ കുഞ്ഞിൻ്റെ ശ്രദ്ധ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്.
ആ പാഠം, ആ ചെയ്വനെയുള്ള പാഠവും പറഞ്ഞു കൊടുക്കുന്ന പാഠം മനസ്സിലാക്കാൻ നല്ല ഇതിനകത്ത് നമ്മൾ കണ്ടിട്ട് കുഞ്ഞുങ്ങൾ എന്ത് നല്ലതായിട്ട് ആത്മീയമായി പ്രാർത്ഥിക്കുന്നതൊക്കെ ഒന്ന് കാണണം. അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. നമുക്കെന്നത് കണ്ടുപഠിച്ചാൽ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, മക്കളെ നിങ്ങൾ വിചാരിക്കും നിങ്ങളെപ്പറ്റി അങ്ങനെയല്ല, എനിക്ക് ആരെയും അറിയത്തില്ല. ഞാൻ ലോക സ്വഭാവത്തെപ്പറ്റി പറയുന്നു. അറിവില്ലാത്തവരിതിലുണ്ടെങ്കിൽ അവർ കേട്ടത് മനസ്സിലാക്കണം എന്ന് ഓർത്താ പറയുക. കാരണം നമുക്ക് ജീവിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുഞ്ഞുങ്ങൾ മരിക്കാതെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.